അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യനായ അധ്യക്ഷൻ, SIO സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് സാഹിബ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലി സാഹിബ്, വിശിഷ്ട അതിഥി മുഖ്യ അതിഥി ഡോക്ടർ മുഹമ്മദ് സൗദ് അഫ്സൽ, വേദിയിൽ ഉപവിഷ്ടരായ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ, SIO നേതാക്കൾ, ജമാഅത്തെ ഇസ്ലാമി സിറ്റി പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ ബിൻ ഹംസ സാഹിബ്, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മേഖലയെ മൗലികമായി സമീപിക്കാനുള്ള കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഉഫ്ഖിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ധാരാളം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അജണ്ടകൾക്കപ്പുറം ജീവിതത്തെയും ജീവിത ചുറ്റുപാടുകളെയും നമ്മുടെ ജീവിതക്രമത്തെ രൂപപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങളെയും മൗലികമായി സമീപിക്കാനും അതിൽ വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും നമ്മുടെ ആശയപരമായ ചക്രവാളങ്ങളെ വികസിപ്പിക്കുവാനും കാലോചിതമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന മേഖല എന്ന് പറയുന്നത് സയൻസ് ആയാലും ടെക്നോളജി ആയാലും അത് കേവലം ഒരു അറിവല്ല. നമ്മുടെ ഈ കാലത്തെ രൂപപ്പെടുത്തുന്നിടത്തും ചിട്ടപ്പെടുത്തുന്നിടത്തും വളരെ സുപ്രധാനമായ അറിവിൻ്റെ മേഖലയിലാണ് നാം പഠിക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അറിവ് ആർജിക്കുന്നിടത്ത് ഉണ്ടായിരിക്കേണ്ടുന്ന അറിവിനെ കുറിച്ചാണ് ഉഫ്ഖ് നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവ് നമ്മൾ ആർജിക്കുമ്പോൾ സയൻസിനെ കുറിച്ച്, ടെക്നോളജിയെക്കുറിച്ച്, പുതിയ കലാലയങ്ങളിൽ നിന്ന്, ആധുനിക വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് നാം പഠിക്കുന്ന ഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന തിരിച്ചറിവിനെ കുറിച്ചാണ് ഉഫ്ഖിൻ്റെ കുടക്കീഴിൽ നാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരറിവും നിരപേക്ഷമല്ല എന്ന കാര്യം. ഒരറിവും ആത്യന്തികമായ അവലംബവുമല്ല, അവസാനത്തെ വാക്കുമല്ല എന്ന് നാം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അറിവിനെ ജാഗ്രതയോടുകൂടിയും വളരെ കൃത്യമായ രാഷ്ട്രീയമായ ബോധത്തോടും കൂടിയും സമീപിക്കാൻ സമകാലിക ലോകം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാം നിലകൊള്ളുന്ന ആശയപരമായ പ്രതലം അനിവാര്യമായി നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അത്. നാം നിലകൊള്ളുന്ന ആശയമായ പ്രതലം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് മൗലികമായ സമീപനം സ്വീകരിക്കാൻ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരാശയമാണ്. ജീവിതത്തെ പരിമിതമായ, നേരത്തെ ആരിഫ് അലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ, ആധുനികത വരച്ചു വെച്ച വളരെ പരിമിതമായ വൃത്തത്തിനകത്ത് മതത്തെ കാണുന്ന ഒരാശയപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ജീവിതത്തെ കാണേണ്ടത്. അതിനപ്പുറം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നിലകൊള്ളുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തെയും സമൂഹത്തെയും സാമൂഹ്യമായ മാറ്റങ്ങളെയും സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ആശയധാരകളെയും വൈജ്ഞാനികമായ വളർച്ചയെയും വികാസത്തെയും ഒക്കെ നോക്കിക്കാണാനും നിരൂപണം നടത്താനും നിലപാടുകൾ രൂപപ്പെടുത്തിയെടുക്കാനും നിർവചിക്കാനും പുനർനിർവചിക്കാനും ഒക്കെയുള്ള ശേഷിയുള്ള
ഒരാശയ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് നാം നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാം പലപ്പോഴും പറയാറുണ്ട്, നോളജ് ഈസ് ദ പവർ, അറിവാണ് അധികാരമെന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുള്ളത്, നോളജ് ഈസ് ദ പവർ എന്ന് നമ്മൾ പറയുമ്പോഴും പവർ ഡിഫൈൻസ് നോളജ് എന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന കാര്യമാണ്. അറിവിനെ നിർണയിക്കുന്നിടത്ത്, അറിവിനെ നിയന്ത്രിക്കുന്നിടത്ത്, അറിവിനെ ഷേപ്പ് ചെയ്യുന്നിടത്ത്, അറിവിനെ വിസിബിളാക്കുന്നിടത്ത്, അറിവിനെ വിസിബിളാക്കാതിരിക്കുന്നിടത്ത് അതത് കാലഘട്ടത്തിലെ അധീശത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ പങ്ക് അവർക്ക് നിർവഹിക്കാനുണ്ട്, അല്ലെങ്കിൽ നിർവഹിക്കാറുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ലോകത്ത് ഒരുപക്ഷെ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഉത്സവ ലഹരിക്കകത്തും യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ വക്താക്കൾ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അറിവിൻ്റെ പ്രചോദനത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക് സിവിലൈസേഷൻ നൽകിയ സംഭാവനകളാണ്. നാം നേടിയെടുത്ത പല കാര്യങ്ങളുടെയും, പല വളർച്ചയുടെയും, പല വികാസത്തിൻ്റെയും പിറകിൽ ഇസ്ലാമിക നാഗരികത നമുക്ക് സമ്മാനിച്ച വൈജ്ഞാനികമായ അടിത്തറ വളരെ വലുതാണ്. യൂറോപ്പ് ചരിത്രത്തിൽ ഒരു ഇരുണ്ട യുഗത്തിൽ യൂറോപ്പ് കഴിഞ്ഞുകൂടുന്ന കാലത്തും ബഗ്ദാദിലും ഈജിപ്തിലും നമുക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം ചരിത്രത്തിൽ നിന്ന് ദർശിക്കാവുന്ന കാര്യമാണ്. ആധുനിക ചരിത്രത്തിൻ്റെ പിതൃസ്ഥാനത്ത് നാം പലപ്പോഴും നിർത്താറുള്ളത് ഡാങ്കയെയും ഹെഗലിനെയുമാണ്. പക്ഷേ അതിനു മുമ്പേ, 500 വർഷങ്ങൾക്ക് മുമ്പേ ഇബ്നു ഖൽദൂൻ മുഖദ്ദിമ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും വിസ്മരിക്കാറാണ് നമുക്ക് പതിവ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചരിത്രത്തിൽ വൈജ്ഞാനികമായ വികാസത്തിൻ്റെ, പലപ്പോഴും യൂറോപ്യൻ നവോത്ഥാനത്തിന് അവലംബിച്ച വൈജ്ഞാനികമായ അടിത്തറയുടെ അസ്ഥിവാരം പണിതത് അതിനു മുമ്പേ നടന്ന അറബ് സമൂഹമായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ പറയാറുണ്ട്, സർജറിയുടെ പിതാവായ അബുൽ ഖാസിമും കെമിസ്ട്രിയുടെ പിതാവായ ജാബിർ ഇബ്നു ഹയാനും അതുപോലെ തന്നെ അലോപ്പതിയുടെ പിതാവെന്ന് പറയപ്പെടുന്ന ഇബ്നു സീനയും ഒക്കെ ഈ ചരിത്രത്തിലെ നീണ്ട നിരയിലെ ഉജ്ജ്വലരായ വ്യക്തിത്വങ്ങളാണ്. പക്ഷെ ആരറിയണം, ആരറിയപ്പെടരുത്, ആരുടെ പേരിൽ അറിയണം, ആരുടെ പേരിൽ അറിയപ്പെടരുത്, ആര് വിസിബിളാകണം, ആര് വിസിബിളാകരുത് എന്നതുകൂടി തീരുമാനിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരം അറിവിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോളജ് ഈസ് ദ പവർ എന്നതുപോലെ തന്നെ പവർ ഡിഫൈൻസ് നോളജ് എന്ന് പറയുന്നത് സുപ്രധാനമാകുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് അറിവിനെ നിരപേക്ഷമായി സമീപിക്കുന്നതിന് പകരം അറിവിനെ കുറിച്ചുള്ള അറിവോടുകൂടി അറിവിനെ കുറിച്ചുള്ള തിരിച്ചറിവോടുകൂടി അറിവിനെ സമീപിക്കുവാൻ സയൻസും ടെക്നോളജിയും പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കോ, വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലുകൾ നടക്കുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ അകത്തുള്ള മൗലികമായ ദൗർബല്യങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു പൊളിച്ചെഴുത്തല്ലല്ലോ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഭരണകൂടം ഈ അടുത്ത കാലയളവിൽ നിർവഹിച്ചത്. ഒരുപക്ഷെ ആധുനിക പാശ്ചാത്യൻ ഇടപെടലുകൾക്കപ്പുറത്ത് അതിനേക്കാൾ യാഥാസ്ഥികമായ അപകടകരമായ പൊളിച്ചെഴുത്ത് നടന്നതിൻ്റെ പേരാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പുതിയ തലമുറയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? പുഷ്പക വിമാനത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചും ഗണപതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചും ഒരു രാജ്യത്തെ നയിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് സമൂഹത്തോട് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷം വരെ ഒരു ഭരണകൂടത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു സൂചന എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ ഖത്തറിലായിരുന്നു 2-3-4 ദിവസം ഉണ്ടായിരുന്നത്. ഖത്തറിൽ വെച്ച് ഒരു വിശിഷ്ടാതിഥിയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം എനിക്ക് അമൂല്യമായ ഒരു ഗ്രന്ഥം അദ്ദേഹം സമ്മാനിച്ചു. ആ പുസ്തകത്തിന്റെ പേര് മോർ ദാൻ എ ഡേ ആസ് എ ടൈഗർ എന്ന് പറയുന്ന ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞത്, ആ പുസ്തകം പുറത്തിറക്കിയത് ദ ഇസ്ലാമിക് ആർട്സ് മ്യൂസിയം മലേഷ്യയിലെ ഇസ്ലാമിക് മ്യൂസിയത്തിലെ വിവരങ്ങളെ ആധാരമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ അത്യപൂർവമായ ഒരു പുസ്തകമാണ്. അത്യാവശ്യം വലിയ ഒരു പുസ്തകമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ നടന്ന സംവാദങ്ങളുടെ
അതുപോലെ തന്നെ ടിപ്പുവിൻ്റെ എംപയർ, അതിൻ്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട പ്ലാനുകളുടെ, അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളുടെ സവിശേഷതകളെ, അദ്ദേഹത്തെ വകവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ഒരുപാട് എഴുത്തുകുത്തുകളുടെ ഒരുപാട് ആധികാരികമായ അറിവടങ്ങിയ ഒരു ഗ്രന്ഥമാണ് അദ്ദേഹം എനിക്ക് ഇന്നലെ തന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അത് ഇന്ത്യയിൽ ലഭ്യമല്ല, അത്രമാത്രം ബ്രിട്ടീഷുകാർ കയ്യിൽ വെക്കുകയും അവർ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയും കോടികൾ കൊടുത്ത് മലേഷ്യൻ മ്യൂസിയവുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യുകയും അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടിപ്പു ഭരിച്ച ഇന്ത്യയിൽ ടിപ്പു എവിടെ നിൽക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് ടിപ്പു എവിടെയായിരുന്നുവെന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിജ്ഞാനീയങ്ങളുടെ ഒരു ഗ്രന്ഥമാണ്, വലിയ ഒരു വിജ്ഞാനീയങ്ങളുടെ ഒരു ഗ്രന്ഥമാണ് എനിക്ക് ഇന്നലെ കൈപ്പറ്റാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, അറിവ് എന്തറിയണം എന്തറിയരുത് എന്ന് തീരുമാനിക്കുന്നിടത്ത് ഭരണകൂടത്തിൻ്റെ അസാധാരണമായ ഇടപെടലുകളുടെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യൂറോപ്പും അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രവും യഥാർത്ഥത്തിൽ അവരുടെ വ്യത്യസ്തമായ ആഖ്യാനങ്ങളും ഇസ്ലാമിക വൈജ്ഞാനികങ്ങളോട്, ഇസ്ലാമിക ജ്ഞാനസങ്കല്പത്തോട്, അതുപോലെ തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക സംഭാവനകളോട് തുല്യതയില്ലാത്ത അനീതി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. അത്തരം നമ്മുടെ വൈജ്ഞാനിക രംഗത്തുള്ള അടിത്തറകളെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, പൈതൃകത്തെക്കുറിച്ച് നമ്മുടെ വളർന്നു വരുന്ന ടെക്നോളജിയും സയൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിവ് നൽകുന്നത് കൂടിയാണ്. അതായിരിക്കണം നമ്മുടെ ഉഫ്ഖ് എന്നാണ് ഞാൻ പറയുന്നത്. മതവും ശാസ്ത്രവും തമ്മിലുള്ള സംവാദങ്ങൾക്ക് ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാം. നേരത്തെ ബഹുമാന്യനായ ആരിഫ് അലി സാഹിബ് വളരെ ഭംഗിയായി അതുമായി ബന്ധപ്പെട്ട ഒരു നരേഷൻ നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി. മധ്യകാല നൂറ്റാണ്ടിൽ യഥാർത്ഥത്തിൽ മതം യുദ്ധം ചെയ്തത് ശാസ്ത്രത്തോടാണ്, അന്നത്തെ വൈജ്ഞാനികമായ പുരോഗതിയോടാണ്. അതുപോലെ തന്നെ തിരിച്ച് മതത്തോട് ശാസ്ത്രത്തെ തന്നെ ആത്യന്തികമായ വിശ്വാസമായി കണ്ടോ, ശാസ്ത്രത്തെ തന്നെ ആത്യന്തികമായ അറിവായി കണ്ടോ, ശാസ്ത്രത്തെ തന്നെ അവസാനത്തെ വാക്കായി കണ്ടോ, മതത്തോടും ദൈവവിശ്വാസത്തോടും കലഹം പ്രഖ്യാപിക്കുന്ന ശാസ്ത്രബോധവും നമ്മെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ഇസ്ലാമിൻ്റെ ആശയധാരയിൽ നിന്നുകൊണ്ട് ശാസ്ത്രത്തെയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയെയും സമീപിക്കാനും അതോടൊപ്പം തന്നെ അതിനുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് നിരൂപണം നടത്താനും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഇതുപോലുള്ള വൈജ്ഞാനികമായ വേദികൾ ഒരുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ശാസ്ത്രത്തെ ആത്യന്തികമായി കാണുന്നതിന് പകരം, ശാസ്ത്രത്തെ ആത്യന്തികമായി കണ്ട് മതത്തെ യാഥാസ്ഥികവൽക്കരിക്കുന്നതിന് പകരം മതത്തിൻ്റെ മൂല്യസങ്കല്പത്തിൽ നിന്നുകൊണ്ട് ശാസ്ത്രത്തെ നിരൂപണം നടത്താൻ, അതുപോലെ തന്നെ ആ മൂല്യസങ്കല്പത്തിൽ നിന്നുകൊണ്ട് മനുഷ്യകുലത്തിന് ഉപകരിക്കുന്ന ശാസ്ത്രീയമായ വളർച്ചയും വികാസവും നേടിയെടുക്കാൻ ഈ കാലഘട്ടം നമ്മോട് തേടുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നാം പരതുന്ന ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ ഓരോ വചനങ്ങളുടെയും അവസാനങ്ങളിൽ നമ്മോട് ലോകത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന, ആലോചിക്കാൻ ആവശ്യപ്പെടുന്ന, മനനം ആവശ്യപ്പെടുന്ന ഒരുപാട് വേദവാക്യങ്ങൾ നമുക്ക് ഖുർആനിൽ കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിരപേക്ഷമായ ഒരറിവിൻ്റെ ലോകമല്ല എന്നും അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതാണ് എന്നും അത് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നതാണ് എന്നും അത് നമ്മുടെ ജീവിതത്തെ നിർവചിക്കുന്നത് കൂടിയാണ് എന്നും അത് ഈ കാലഘട്ടത്തിലെ അധികാരി വർഗങ്ങളുടെ, പലപ്പോഴും ഭരണകൂടങ്ങളുടെ ടൂളാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ നിൽക്കുന്ന ലോകമെന്ന് പറയുന്നത് നിരപേക്ഷമായി നിങ്ങൾ സ്വാംശീകരിക്കേണ്ടുന്ന അറിവിൻ്റെ ലോകമല്ല, തിരിച്ചറിവോടുകൂടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആർജിക്കുകയും നിങ്ങൾ വികസിപ്പിക്കുകയും പലപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ ജ്ഞാനനിർമ്മിതിയിൽ നിങ്ങളുടേതായ പങ്ക് അടയാളപ്പെടുത്തുകയും ചെയ്യേണ്ടുന്ന സമൂഹബന്ധിതമായി, വിശ്വാസബന്ധിതമായി, മൂല്യബന്ധിതമായി നിങ്ങൾ ഇടപെടുക കൂടി ചെയ്യേണ്ടുന്ന മേഖലയാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നുണ്ട്, അത് നമ്മുടെ ചരിത്രത്തെ യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ലോകത്തിൻ്റെ നിലനിൽപ്പിനെ ശാസ്ത്രവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വികാസം അനുകൂലവും പ്രതികൂലവുമായി സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ വാഹിദ് സാഹിബിൻ്റെയും അതുപോലെ തന്നെ ആരിഫ് അലി സാഹിബിൻ്റെയും സംസാരത്തിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം വന്നു കഴിഞ്ഞു. അഥവാ
ഗസ നമുക്ക് നൽകുന്ന പാഠം അതാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ വംശഹത്യ പദ്ധതികൾ നമുക്ക് നൽകുന്ന പാഠം അതാണ്. അഥവാ സംഹാരാത്മകമായ ഒരു സാമൂഹ്യ ക്രമം, അഥവാ സംഹാരാത്മകമായ ഒരു ദർശനത്തെ ഏറ്റവും സംഹാരാത്മകമായ സ്വഭാവത്തിൽ അവതരിപ്പിക്കാൻ ഏറ്റവും വേഗത്തിൽ അത് സാധിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളായി മൂല്യരഹിതമായ ഇത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ച ഏറ്റവും വലിയ ആയുധമായി വർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ശാസ്ത്രത്തെ മറയാക്കി നവനാസ്തികതയിലേക്കും അതുപോലെ തന്നെ അമിത സ്വതന്ത്രവാദത്തിലേക്കും അതുപോലെ തന്നെ ഒരു മൂല്യവ്യവസ്ഥയില്ലാത്ത ഒരരാജകത്വ സാമൂഹ്യ ക്രമത്തിലേക്കും വരെ സാമൂഹ്യ ഘടനയെ കൊണ്ടെത്തിക്കുവാൻ പലപ്പോഴും ഇതിന്റെ വക്താക്കൾക്ക് കഴിയുന്നത് എന്നതുകൂടി നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഒരു പരമസത്യമല്ല എന്നും അത് ഊഹങ്ങളും അതുപോലെ തന്നെ പഠനങ്ങളും അതത് സമയത്തുള്ള നിഗമനങ്ങളുമാണ് എന്നും അതൊരു മതമല്ല എന്നും അതൊരു വേ ഓഫ് ലൈഫ് അല്ല എന്നും മറിച്ച് നമുക്ക് വേ ഓഫ് ലൈഫായിട്ട് നമ്മുടെ മുമ്പിൽ കലർപ്പില്ലാത്ത അറിവുണ്ട് എന്നും ആ കലർപ്പില്ലാത്ത അറിവിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വിജ്ഞാനീയങ്ങളെ സമീപിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഇരുലോകത്തും വിജയകരമായ സ്വഭാവത്തിൽ നമുക്കതിനെ നിർണയിക്കാനും നിർവചിക്കാനോ കഴിയുക എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്കുണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത്, എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഞാൻ ആർജിക്കുന്ന അറിവ് എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധമാകാൻ പാടില്ല എന്നുള്ളതാണ്, മാനവവിരുദ്ധമാകാൻ പാടില്ല എന്നുള്ളതാണ്, സാമൂഹ്യ വിരുദ്ധമാകാൻ പാടില്ല എന്നുള്ളതാണ്, പരിസ്ഥിതി വിരുദ്ധമാകാൻ പാടില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ നിർമ്മിതിക്ക്, സാമൂഹ്യ നിർമ്മിതിക്ക് ഉപകരിക്കുന്നതിന് പകരം മനുഷ്യന്റെ ഉന്മൂലനത്തിന്, വംശീയവും ജാതീയവുമായ ഉന്മൂലനത്തിന്റെ ആയുധമാകാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ നാം ശാസ്ത്രത്തെയും നമ്മുടെ വിദ്യാഭ്യാസത്തെയും കാണേണ്ടത്. അത് നമ്മുടെ വേ ഓഫ് ലൈഫ് അല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കലർപ്പില്ലാത്ത അറിവ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കലർപ്പില്ലാത്ത അറിവ് വഹിയാണ് എന്നാണ് ഞാൻ പറയുക. കലർപ്പില്ലാത്ത അറിവ് വഹിയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഏറ്റവും നല്ലയ ചൊവ്വായ വഴിയാണ് നാഥൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഖുർആൻ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ശാസ്ത്രമുണ്ട്, ശാസ്ത്രീയമായ ചിന്തയുണ്ട്. പുരാണശാസ്ത്രത്തിൽ നിന്ന് തൊട്ട് ഭൂമിശാസ്ത്രത്തെ കുറിച്ച് വരെ അതിൽ പറയുന്നുണ്ട്. അതിൽ സാമൂഹ്യ ശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ അതിൽ ചരിത്രമുണ്ട്, അതിൽ ഫിലോസഫി ഉണ്ട്. അതേസമയം ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, അതൊരു ചരിത്ര ഗ്രന്ഥമല്ല, അതുപോലെ തന്നെ അതൊരു സാമൂഹ്യ ഗ്രന്ഥമല്ല. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള സോഷ്യൽ സയൻസിനെയും അതുപോലെ തന്നെ ചരിത്രത്തെയും അതുപോലെ തന്നെ ശാസ്ത്രത്തെയും ഒക്കെ നിർവചിക്കാനുള്ള അമൂല്യമായ കലർപ്പില്ലാത്ത ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അറിവടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള ആശയധാരയാണ് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ നമ്മുടെ മുമ്പാകെ വെക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ ആശയധാരയിൽ നിന്നുകൊണ്ടാണ്. അത് മനുഷ്യപ്പറ്റുള്ളതാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതാണ്, അത് പാരിസ്ഥിതിക സന്തുലിതത്വം പാലിക്കുന്നതാണ്, അത് നീതിബോധത്തിൽ അധിഷ്ഠിതമായ മാർഗനിർദ്ദേശങ്ങളാണ്. ആ നീതിബോധത്തിൽ അധിഷ്ഠിതമായ കലർപ്പില്ലാത്ത അറിവിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കലാലയ ജീവിതത്തിലെ, നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ, നിങ്ങളുടെ അറിവാർജിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മേഖലയിലെ നിങ്ങളുടെ പ്രവർത്തനത്തെ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ കഴിയുന്നതിനുള്ള തിരിച്ചറിവ് പകരുന്നതാണ്, തിരിച്ചറിവ് പകരുന്നതായിരിക്കണം ഉഫഖ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പലപ്പോഴും പറയാൻ കഴിയും സയൻസ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ ടൂള് കൂടിയാണ്. നമുക്കറിയാമല്ലോ, ഈ അടുത്ത ഉദാഹരണങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. അമേരിക്ക ഇറാഖിൽ ബോംബ് വർഷിക്കുമ്പോൾ അതിന് കൊടുത്ത പേരെന്താണ്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, മദർ ഓഫ് ബോംബ്സ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റഷ്യ ഉക്രൈനിൽ ബോംബ് വർഷിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഫാദർ ഓഫ് ബോംബ്സ് എന്നാണ് പറഞ്ഞത്. മദർ എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു കോൺസെപ്റ്റ് ഇല്ലേ? അമ്മ എന്ന് പറയുന്ന ഉയർന്നൊരു കോൺസെപ്റ്റ് ഇല്ലേ? ഉമ്മ എന്ന് പറയുന്ന ഉയർന്നൊരു കോൺസെപ്റ്റ് ഇല്ലേ? അതുപോലെ തന്നെ അച്ഛൻ എന്ന് പറയുമ്പോഴും ഉപ്പ എന്ന് പറയുമ്പോഴും ഉയർന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ? അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഉന്മൂലനം നടപ്പാക്കുന്ന അത്യന്തം മനുഷ്യവിരുദ്ധമായ ഒരു ഓപ്പറേഷന്റെ തലപ്പത്ത്
അമ്മ അച്ഛൻ എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് രൂപപ്പെട്ടു വന്ന മനുഷ്യത്വരഹിതവും ദൈവവിരുദ്ധവും മൂല്യവിരുദ്ധവുമായ അടിസ്ഥാനമാണ് അത്തരത്തിലുള്ള ഒരു വികാസത്തിന്റെ നാമകരണത്തിന്റെ അന്തർധാരയായി വർത്തിക്കുന്നത് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വാല്യൂ ബേസ്ഡ് ആയ എത്തിക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള അറിവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആദർശത്തെ കുറിച്ച് കൂടി ഇസ്ലാം പറയുന്നത് എന്നാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് നീ അറിയുകയാണ്, എന്നിട്ട് നീ അത് ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അറിയാൻ ആവശ്യപ്പെടുമ്പോൾ ആ അർത്ഥത്തിൽ വളരെ ഡെമോക്രാറ്റിക്കായ, വളരെ വിശാലമായ അറിവിന്റെ വിശാലമായ ആ അർത്ഥത്തിലുള്ള തലത്തെ ഇസ്ലാം തുറന്നു വെക്കുന്നുണ്ട്. ഉഫ്ഖ് അർത്ഥവത്തായ പ്രയോഗമാണ്. അഥവാ വിജ്ഞാനത്തിന്റെ ചക്രവാളത്തിൽ ആശയപരിസരത്തിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ചക്രവാളത്തെ വികസിപ്പിക്കാനുള്ള, ആ വികാസത്തിൽ മൂല്യാധിഷ്ഠിതമായി ഇടപെടാനുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി തലമുറയുടെ ചരിത്രപരമായ ഇടപെടലിനെ ആ അർത്ഥത്തിൽ അഭിമാനത്തോടു കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി കാണുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യൗവനത്തെ ആ അർത്ഥത്തിൽ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അബൂബക്കർ റാസി, അനസ്തീഷ്യ കണ്ടെത്തിയ അബൂബക്കർ റാസിയോട് ഒരു കൂട്ടം ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങ് ഞങ്ങൾക്കതിൻ്റെ തിയറി പറഞ്ഞു തരണം. അബൂബക്കർ റാസി പറഞ്ഞു, ഞാൻ പറഞ്ഞു തരില്ല. അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ അസന്തുലിതമായും അപകടകരമായും ഉപയോഗപ്പെടുത്തിയാൽ ഞാൻ എൻ്റെ പടച്ചോനോട് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റാസി തന്നെ സമീപിച്ച ആളുകളെ മടക്കി വിടുന്ന ഒരു ചരിത്ര പരാമർശം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അബൂബക്കർ റാസി എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ ഫൈൻഡിങ്സ്, എൻ്റെ സയന്റിഫിക്കായ എൻ്റെ ഫൈൻഡിങ്സ് ഒരു സമൂഹത്തിന് ദുരന്തമായി പരിഗണിക്കാൻ പാടില്ല. ഒരു സമൂഹത്തിന്റെ എക്സിസ്റ്റൻസിന്, നിലനിൽപ്പിന് വേണ്ടി ഗുണപരമാകണം എന്ന കൃത്യമായ മനുഷ്യത്വപരമായ കാഴ്ചപ്പാട് അബൂബക്കർ റാസിക്കുണ്ടായത് കൊണ്ടാണ്, പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ ആശയപരമായ തിരിച്ചറിവ് നൽകുന്ന, വിശ്വാസപരമായ വെളിച്ചം പകരുന്ന, ആദർശപരമായ ആത്മവിശ്വാസത്തോടുകൂടി അറിവിന്റെ ചക്രവാളം വികസിപ്പിക്കുന്ന, മൂല്യബോധമുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയുടെ ചുവടുവെപ്പിലെ സുപ്രധാനമായ നാഴികക്കല്ലായി ഉഫ്ഖ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.